തുളസിയില കൊണ്ട് നമ്മൾ പല കാര്യങ്ങൾ നമ്മുടെ മുഖസൗന്ദര്യത്തിനായാലും മുഖത്തെ പാടുകൾ മാറ്റുന്നതിനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. തുളസിയില കുരു എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കസ്കസ് വെച്ചിട്ടുള്ള ഒരു ഫേസ് മാസ്കാണ് ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. ആ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി നിങ്ങൾ അമർത്തണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റംസാനിയ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാനും വളരെ 2 ഐറ്റങ്ങൾ മാത്രം മതി നമുക്ക് ഈ ഒരു ഫേസ് മാസ്ക് തയ്യാറാക്കുന്നതിനും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് മാസ്കാണ് ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. കസ്കസും നമുക്ക് കുറച്ച് പാലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫേസ് മാസ്ക് തയ്യാറാക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസം നമുക്കിത് ഉപയോഗിക്കാവുന്നതുമാണ്. ഇപ്പം ഞങ്ങൾക്ക് സൺഡേയിലാണെങ്കിൽ എല്ലാ സൺഡേയിലും നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് മാസ്കാണ്. പക്ഷേ നമുക്കിത് വലിച്ചെടുത്ത് കളയുമ്പോൾ നമ്മുടെ ഫേസിന് ഒരു രീതിയിലുണ്ടാകുന്ന ദോഷങ്ങളൊന്നും ഉണ്ടാവുകയില്ല, പെയിൻ ഇല്ല, ഒന്നും തന്നെ ഇല്ല. പക്ഷേ എന്നാൽ തന്നെയും നമുക്കൊരു ഫേസ് മാസ്ക് രീതിയിലായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് നമുക്കിത് ഉപയോഗിച്ചതിന് ശേഷം വെള്ളം ഉപയോഗിച്ച് വേണമെങ്കിലും ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ ഫേസ് മാസ്ക് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഫേസിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാം. പക്ഷേ എന്നാൽ തന്നെയും നമുക്ക് സ്കിന്നിനാണെങ്കിൽ 2 രീതിയിൽ ചെയ്താലും റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മുടെ മുഖത്തുണ്ടാകുന്ന രോമ വളർച്ച പൂർണ്ണമായിട്ടും നശിപ്പിക്കാനായിട്ട് കസ്കസിന് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഫേസിൻ്റെ ഹെയറിനെ റിമൂവ് ആക്കാനും കൂടാതെ തന്നെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ എഫക്റ്റ് നൽകാനും വൈറ്റ്നെസ് നൽകാനും നമ്മുടെ സ്കിന്നിനകത്തുണ്ടാവുന്ന പിമ്പിൾസ് വന്നിട്ടുണ്ടാകുന്ന പാടുകൾ, ചിക്കൻ ബോക്സിൻ്റെ പാടുകളെയൊക്കെ പൂർണ്ണമായിട്ടും മാറ്റാനും പിന്നെ നമ്മുടെ ആക്നിയൊക്കെ മാറ്റി പൂർണ്ണമായിട്ടും മാറ്റി സ്കിന്നിന് നല്ലൊരു സോഫ്റ്റ് ആക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക, കാരണം അത്രമാത്രം ഗുണമുള്ളതാണ് തുളസി എന്ന് പറയുന്നത്. നമ്മൾ കസ്കസ് ഉപയോഗിച്ച് നമ്മൾ വെള്ളം ഇടുന്നെങ്കിലും അത് നമ്മുടെ വയറിന് തണുപ്പ് നൽകാനൊക്കെയാണെന്നല്ലേ നമ്മൾ പറയാറുള്ളത്. അതേപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു തണുപ്പും കിട്ടാനൊക്കെ ഇടയാവുന്നുമുണ്ട്. ഞാൻ പറയുന്ന കറക്റ്റ് ലെവലിൽ തന്നെ നിങ്ങൾ ചെയ്യുക. ഞാനിവിടെ 2 സ്പൂൺ ഇട്ട് കാരണം പിന്നെ കുറച്ചുകൂടി ഞാൻ ബാക്കി വെക്കാൻ വേണ്ടി കൈയും കാലിലും ഒക്കെ ഇടാൻ വേണ്ടി തന്നെ കുറച്ചും കൂടി ഞാൻ കൂടുതൽ എടുത്തപ്പോൾ കാണിച്ചപ്പോൾ 2 സ്പൂണാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4 സ്പൂൺ 5 സ്പൂൺ വരെ മാക്സിമം എടുക്കാവുന്നതാണ്. പിന്നെ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ പാലെടുക്കുമ്പോൾ 4 സ്പൂൺ പാലെടുക്കുക. കാരണം കസ്കസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കസ്കസ് പൊങ്ങി വരികയും പിന്നെ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ ഇതുണ്ട് പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലായിട്ട് താഴെ പോകാത്ത രീതിയിലൊരു തിക്കായിട്ട് തന്നെ കിട്ടും. അത് നമുക്ക് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. 2 ലെയർ വരെ നമുക്കിടാം. കാരണം ഇത് പെട്ടെന്ന് കയറി സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്താൽ പിടിക്കാതായിട്ട് വരും. അതുകൊണ്ട് കുറച്ച്, അതായത് തോനെ വെള്ളം ഉപയോഗിക്കരുത്. നമ്മളിപ്പോൾ 4 സ്പൂൺ ഒരു 1/2 സ്പൂണൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ്. പിന്നെ എക്സ്ട്രാ വെള്ളം ഒന്നും തന്നെ നമ്മളിത് ചേർക്കുകയേ ചെയ്യരുത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ആ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യം അത് നിങ്ങളെ പുറത്ത് വെച്ച് കാണിച്ചിട്ടാണ് ഞാൻ ഇട്ട് കാണിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ഞാൻ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ മഴ വന്നപ്പോഴത്തേക്ക് ഞാൻ ഫ്രണ്ടിലോട്ട് വന്നിട്ട് അവിടെ നിന്നാണ് ബാക്കി ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കും ഫേക്ക് ആണെന്നൊന്നും ചിന്തിക്കരുത്. റിസൊക്കെ ഇത് കുറേ കാലങ്ങൾക്ക് മുമ്പേ പഠിച്ച കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ കുറച്ച് ലേറ്റായി പോയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങളിത് ചെയ്തു നോക്കൂ. നല്ല 100% ഷുഗറാണ്, കാരണം തുളസിയിലയുടെയാണ് കസ്കസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഗുണവും നമ്മുടെ സ്കിന്നിന് കിട്ടും. ചിക്കൻ ബോക്സിൻ്റെ പാടുകളൊക്കെ പൂർണ്ണമായിട്ട് മാറാനും ചാൻസ് ഉണ്ട്. നിങ്ങൾ ചെയ്തു നോക്കൂ. എനിക്ക് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ചിക്കൻ ബോക്സിൻ്റെ പാടുകളും പിമ്പിൾസിൻ്റെ പാടുകളൊക്കെ മാറുന്നതായിട്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഫേസിനകത്ത് പാടുകളില്ലാത്തതുകൊണ്ട് എനിക്ക് അത്രമാത്രം പറയാനായിട്ട് നിങ്ങളോട് പറ്റുന്നില്ല. പൂർണ്ണമായിട്ടും മാറുന്നതായിട്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചെയ്തു നോക്കൂ. എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടു നോക്കാം. തുളസിയിലയുടെ അരിയിൽ നിന്നായതുകൊണ്ട് തന്നെ കസ്കസിന് വളരെയധികം ഗുണങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിനകത്തൊരു മാസ്ക് രൂപത്തിലായിട്ട് ഇടുമ്പോൾ തന്നെ വളരെയധികം ഗുണങ്ങൾ നമ്മുടെ ഫേസിന് നൽകാനായിട്ട് സഹായിക്കും. നമ്മുടെ പിമ്പിൾസ് വന്നിട്ടുണ്ടാകുന്ന പാടുകൾ, ചിക്കൻ ബോക്സിൻ്റെ പാടുകൾ, പിന്നെ കൂടാതെ തന്നെ മുഖത്തുണ്ടാകുന്ന ഏതൊരു രീതിയിലുണ്ടാകുന്ന പാടുകളെയും പിന്നെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളെയൊക്കെ മാറ്റി കൂടാതെ തന്നെ മുഖത്തിന് നല്ലൊരു നിറം നൽകാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഞാനിവിടെ 2 സ്പൂൺ കസ്കസാണ് എടുക്കുന്നത്. 1 സ്പൂൺ, അങ്ങനെ 2ാമത്തെ സ്പൂണുമാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഇത് ഇത്ര ഇട്ടിട്ട് നിങ്ങൾക്ക് തോനെ പിമ്പിൾസ് ഉള്ള വ്യക്തികളാണെങ്കിൽ പാല് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സാധാരണയായിട്ട് റോസ് വാട്ടറിനകത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. കാരണം നമുക്ക് റോസ് വാട്ടർ ആകുമ്പോൾ ഇതൊന്ന് ജെല്ലി ആവുന്നതിന് വേണ്ടി അതായത് ഒന്ന് കുതിരുന്നതിന് വേണ്ടി നമുക്ക് റോസ് വാട്ടർ തോനെയായിട്ട് വേണ്ടി വരും. ഞാനിപ്പോൾ പാലാണ് ഇവിടെ എടുക്കുന്നത്. കാരണം എൻ്റെ ഫേസിനകത്ത് പിമ്പിൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ പാലാണ് എടുക്കുന്നത്.
നിങ്ങൾക്ക് പാലിന് പകരം റോസ് വാട്ടറോ അല്ലെങ്കിൽ നമ്മുടെ ശുദ്ധമായ വെള്ളമോ ഉപയോഗിക്കാം. നമ്മളിത് ഒന്ന് കുതിരാനായിട്ട് 2 സ്പൂണോ 3 സ്പൂണോ പാൽ എടുക്കാം. അങ്ങനെ പാലൊഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇത് വെക്കാം. ഇപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനായിട്ടേ കിട്ടത്തുള്ളൂ, അരിയുടെ രൂപത്തിലായിട്ടേ കിടക്കത്തുള്ളൂ. ഇനി ഇതൊന്ന് നല്ല രീതിയിലൊന്ന് പൊങ്ങുന്നതിന് വേണ്ടി ഒരു 5 മിനിറ്റോളം നമുക്ക് വെക്കേണ്ടതായിട്ട് വരും. ഈ 5 മിനിറ്റിനുള്ളിൽ ഇത് ഒരു ജെല്ലി രീതിയിലായിട്ട് നമുക്ക് കിട്ടും. 5 മിനിറ്റ് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ കസ്കസ് തയ്യാറായി കഴിഞ്ഞ് ഇനി നമുക്കിതൊരു പേസ്റ്റ് ആക്കി കൊണ്ടുവരാം. പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ചും കൂടി കസ്കസ് ഇട്ട്, അതായത് 2 സ്പൂണും കൂടി എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ കഴുത്തിലേക്ക് ഇടുന്നതിന് വേണ്ടി 2 സ്പൂണും കൂടി എക്സ്ട്രാ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് മുഖത്ത് മാത്രം ഇടുവാണെങ്കിൽ 2 സ്പൂണിൽ ആവശ്യമുള്ളൂ. നമ്മൾ കഴുത്തിലേക്ക് ഇടുവാണെങ്കിൽ 4 സ്പൂണോളം വേണം. ഞാൻ അങ്ങനെ അതാണ്. പിന്നെ അന്നേരം 2 സ്പൂണൂടെ എക്സ്ട്രാ നമുക്ക് പാൽ ഒഴിച്ചാൽ മാത്രം മതി. നമുക്കിതിനി പേസ്റ്റ് ആക്കാം. പേസ്റ്റ് ആക്കുമ്പോൾ ഇതിനകത്തൊന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഇത്രയും മാത്രം ഉപയോഗിച്ചിട്ട് മതി പേസ്റ്റ് ആക്കുന്നതിന്. പാലോ വെള്ളമോ ഒന്നും തന്നെ ഇനി ചേർക്കേണ്ടതായിട്ട് ഇല്ല. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് മാറ്റാം. ഇതാണ് നമുക്കിനി ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. എൻ്റെ ഫേസിൻ്റെ കളർ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ തന്നെ മനസ്സിലായല്ലോ. ഞാൻ പുറത്തു നിന്നാണ് എടുക്കുന്നത്. കാരണം ഞാൻ ബ്രൈറ്റ്നെസ് ഒന്നും കൂട്ടിയിട്ടിട്ടല്ല ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പം എൻ്റെ മുഖം ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. കടലമാവ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തേക്കുന്നത്. ഇനി ഞാൻ ആ ഒരു മാസ്ക് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫേസ് മാസ്ക് തയ്യാറായിട്ടുണ്ട്. ഈ ഒരു രീതിയിലായിട്ടാണ് നമ്മുടെ ഫേസ് മാസ്ക് ഇരിക്കേണ്ടത്. കാരണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ നിന്ന് ഇത് താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കിനി ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ പുറത്തു നിന്നാണ് എടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി. കാരണം ഞാനൊരു രീതിയിലുള്ള ഒന്നും തന്നെ മുഖത്തിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കടലമാവ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടേ ഉള്ളൂ. നമുക്ക് ഈ ഒരു മാസ്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. തിക്കായിട്ട് തന്നെ ആയിരിക്കണം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടോ, ഇങ്ങനെ തന്നെ വലിച്ചു കിട്ടത്തില്ല. അതേ രീതിയിൽ നമുക്ക് ഫേസ് ഫുള്ളിന് ഇട്ട് കൊടുക്കാം. ഒരു കാരണവശാലും ഐബ്രോസിൻ്റെ ഭാഗത്ത് ഒരു കാരണവശാലും ഇടരുത്. നമ്മുടെ ഈ ഒരു ഭാഗത്തൊക്കെ ഇടുന്നത് വളരെ നല്ലതാണ്. ഞാൻ ഫേസ് ഫുള്ളിട്ടിട്ട് കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ, അതായത് കണ്ടോ, ഇങ്ങനെ തന്നെ ഇരിക്കും. കണ്ടോ, മുഖത്ത് മൊത്തം ഞാനങ്ങനെ അപ്ലൈ ചെയ്ത് നമുക്കൊന്ന് ഡ്രൈ ആവുന്നിടം വരെ വെച്ചിരിക്കാം. അതായത് നമുക്കിതൊരു മാസ്ക് രൂപത്തിൽ നമുക്കെടുത്ത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഫേസിന് വേദനിക്കാത്ത രീതിയിലാണ് ഇത് റിമൂവ് ചെയ്ത് ഞാൻ കളയുന്നത്. ചെയ്യുവാണെങ്കിൽ നമ്മൾ കുറേ നേരം ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കിതൊന്ന് ഒരു 20 മിനിറ്റ് ഞാൻ ഫേസിൽ വെക്കുന്നുണ്ട്. അതിന് ശേഷമുള്ള വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം അങ്ങനെ 20 മിനിറ്റ് ഞാൻ വെച്ച് കഴിഞ്ഞു. നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് വാഷ് ചെയ്യാം. ഞാൻ പുറത്തു നിന്നാണ് വാഷ് ചെയ്ത് കാണിക്കുന്നത്. ഞങ്ങളെ വെട്ടമില്ല. ഇതാ കണ്ടോ, ഈ ഒരു രീതിയിലായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, ഇതേപോലെ നമുക്കിത് റിമൂവ് ചെയ്യാം ഫേസിൽ നിന്ന് ഫുള്ളായിട്ട്. കണ്ടോ, വലിക്കുമ്പോൾ കിട്ടുന്നുണ്ടോ? ഇതേ രീതി നമുക്ക് വലിച്ച് എടുക്കാം. ജസ്റ്റ് വെള്ളം ഞാൻ തേച്ചതേ ഉള്ളൂ. വലിച്ചിങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കിനി ഇത് നല്ല രീതിയിൽ വാഷ് ചെയ്യാം. കേട്ടോ, ഞാൻ ഫേസിൽ നിന്ന് ഫുള്ള് റിമൂവ് ചെയ്തു. പക്ഷേ സ്കിന്ന് സോഫ്റ്റ് ആവുന്നുണ്ട്. പക്ഷേ എന്നാൽ കുറച്ച് സമയം എടുക്കണം നമുക്കിത് വാഷ് ചെയ്ത് കളയുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ജെല്ലി രീതിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്ത് തന്നെ വേണം നമ്മുടെ ഫേസിൽ നിന്ന് ഇത് റിമൂവ് ചെയ്ത് കളയുന്നതിന്. ഈ ഒരു മാസ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി കാണുന്നത്